Hi friends, welcome to Jhillmill. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ഫോട്ടോ എങ്ങനെ നമുക്കൊരു സ്റ്റെൻസിൽ ആർട്ടായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഒരു ക്യാൻവാസിലേക്ക് വളരെ കളർഫുൾ ആയിട്ട് ചെയ്തെടുക്കാം എന്നാണ്. ഇത് ആർക്ക് വേണമെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. വരയ്ക്കാൻ പ്രത്യേകിച്ച് കഴിവ് വേണമെന്നൊന്നുമില്ല. ഞാനിവിടെ ഒരു വലിയൊരു ക്യാൻവാസ് ആണ് എടുത്തിരിക്കുന്നത്. ക്യാൻവാസ് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമുക്ക് ഏതൊരു മീഡിയവും സെലക്ട് ചെയ്യാം. ഈവൻ ബോട്ടിൽ ആർട്ടായിട്ടും നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മുടെ ഫോണിലോ സിസ്റ്റത്തിലോ നമ്മൾക്ക് ഗൂഗിൾ എടുക്കണം. ഗൂഗിൾ എടുത്തതിന് ശേഷം അതിലേക്ക് റാപ്പിഡ് റീസൈസർ ആപ്പ് എന്ന് പറയുന്നൊരു ആപ്പ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൽ ഫസ്റ്റ് തന്നെ വരുന്ന ലിങ്ക് ഫ്രീ പിക്ചേഴ്സ് സ്റ്റെൻസിൽ മേക്കർ എന്ന് പറയുന്ന ഒരു ലിങ്കാണ്. അതിൽ നമുക്ക് നമ്മുടെ ഡിവൈസിൽ നിന്ന് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോയുടെ ഒരു റഫ് സ്റ്റെൻസിൽ ഡ്രോയിങ് നമുക്ക് കിട്ടും. അത് നമുക്ക് ആവശ്യാനുസരണം നമ്മളുടെ ഷെയ്ഡ്സൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും താഴെയുണ്ട്. അതിനുശേഷം ഡൗൺലോഡ് ഓർ പ്രിൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന പിക്ചർ നമുക്ക് നമ്മുടെ ഡിവൈസിലേക്ക് സേവ് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ സേവ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഏത് സൈസിലാണോ ഇത് വരച്ചെടുക്കേണ്ടത് ആ ഒരു സൈസിൽ നമ്മൾക്കിത് പ്രിൻ്റ് എടുക്കേണ്ടതാണ്. ഞാനിവിടെ ഒരു വലിയ ക്യാൻവാസിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് 2 പിക്ചേഴ്സ് ഈ ഒരു സെയിം രീതിയിൽ പ്രിൻ്റ് എടുത്ത് ക്ലബ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പ്രിൻറ്റിൻ്റെ മറുവശത്തായിട്ട് ഞാൻ കുറച്ച് കാർബൺ പേപ്പേഴ്സ് ഒട്ടിച്ചു കൊടുക്കുവാണ്. ഇങ്ങനെ കാർബൺ പേപ്പേഴ്സ് ഒട്ടിച്ചതിന് ശേഷം കാർബൺ പേപ്പറും ഈ പ്രിൻറ്റും കൂടി അതിൻ്റെ മറുവശം ഈ ഒരു രീതിയിൽ ക്യാൻവാസിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ക്യാൻവാസിൽ എവിടെയാണോ നമ്മൾക്ക് ഈ പിക്ചർ വേണ്ടത് ആ ഒരു ഭാഗത്തായിട്ട് ഈ പിക്ചറും കാർബൺ പേപ്പറും കൂടി വെച്ചതിന് ശേഷം ഒരു സെല്ലോ ടേപ്പ് യൂസ് ചെയ്ത് അതവിടെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഈ പിക്ചറിൻ്റെ ബ്ലാക്ക് കളർ വരുന്ന ഭാഗങ്ങളുടെ ഔട്ട്ലൈൻസ് ഒക്കെ ഒരു പെൻസിൽ യൂസ് ചെയ്തിട്ട് ഒന്ന് ട്രേസ് എടുക്കുക. വരയ്ക്കാൻ കഴിവുള്ളവരാണെങ്കിൽ ട്രേസ് എടുക്കണം എന്നൊന്നുമില്ല. ജസ്റ്റ് ഈ ഒരു ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് വരച്ചെടുത്താൽ മതി. ട്രേസ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പിക്ചറിൻ്റെ ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ ആണ് കിട്ടുക. ഇനി ഈ ഔട്ട്ലൈൻ ഞാനൊരു ബ്ലാക്ക് മാർക്കർ പെൻ യൂസ് ചെയ്തിട്ട് ഒന്ന് റീഡ്രോ ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ റീഡ്രോ ചെയ്തതിന് ശേഷം ഇനി ഈ ബ്ലാക്ക് കളർ വരുന്നിടത്തേക്ക് നമ്മൾ ബ്ലാക്ക് ആക്രിലിക് കളറ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ പ്രിൻ്റ് എടുത്ത ആ ഒരു സെയിം രീതിയിൽ തന്നെ നമ്മളിപ്പോൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്കിവിടെ ഒരു കളർഫുൾ ക്യാൻവാസാണ് എനിക്ക് ആവശ്യം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ഓയിൽ പേസ്റ്റൽ കളേഴ്സ് എടുത്തിട്ടുണ്ട്. ഈ കളേഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ ക്യാൻവാസിൻ്റെ 4 സൈഡിലും ഒരു 2 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു നല്ലൊരു ബോർഡർ കിട്ടാൻ വേണ്ടിയാണ്. ഇവിടെ ഞാൻ ഈ പിക്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഓയിൽ പേസ്റ്റൽ കളേഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അതും പല ഷെയ്ഡ്സിലായിട്ട് ഈ ഒരു രീതിയിൽ ഞാനിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. അതിനുശേഷം ടിഷ്യൂ യൂസ് ചെയ്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ ഫേസിൽ നമ്മൾ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്രിലിക് കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ കുറച്ച് ലൈറ്റ് ഷെയ്ഡ്സ് ആണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം സെലക്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ പെയിൻറ്റിങ് ഇവിടെ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയപ്പോൾ ഈ ഫേസിൻ്റെ താഴെയായിട്ട് കുറച്ച് സ്പേസ് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ അവിടെ ഡ്രസ്സിൻ്റെ ഷെയ്ഡ്സ് പോലെ കുറച്ച് ലൈൻസ് വരച്ച് കൊടുക്കുവാണ്. ഇനി ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഫേസിൽ പെയിൻറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ബ്ലാക്ക് കളേഴ്സിൻ്റെ മുകളിലൂടെ നമ്മുടെ കളർഫുൾ പെയിൻറ്റ്സ് ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഒന്നും കൂടി ബ്ലാക്ക് കളർ യൂസ് ചെയ്തൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇനി സൈഡിൽ ഒട്ടിച്ചിരിക്കുന്ന ആ മാസ്കിംഗ് ടേപ്പും കൂടി എടുത്തു കളഞ്ഞാൽ നമ്മുടെ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയി. അങ്ങനെ വളരെ എളുപ്പത്തിൽ ഓൾമോസ്റ്റ് ഒരു പോർട്രേറ്റിൻ്റെ ഒക്കെ രീതിയിൽ നമ്മളൊരു ക്യാൻവാസിൽ ഒരു പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാമെന്ന് മാത്രമല്ല, കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മുടെ ഓൺ പിക്ചേഴ്സ്, കുട്ടികളുടെ പിക്ചേഴ്സൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ക്യാൻവാസിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ട്രിക്കാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ മറ്റൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. അൺടിൽ ദെൻ ബൈ ഫ്രം ജിൽമിൽ. താങ്ക് യു.